തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിക്കും എന്നുള്ളതാണ്. ഈ പ്രമേയത്തെ പ്രതിപക്ഷവും പിന്തുണയ്ക്കും. പഞ്ചായത്തി രാജ് ഭേദഗതി ബില്ലുകളും സഭയിൽ അവതരിപ്പിക്കും. ലൈംഗിക അതിക്രമ കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തിയേക്കും. രാഹുൽ എത്തിയാൽ ഭരണപക്ഷ MLA മാർ പ്രതിഷേധിക്കും എന്നും സൂചനകൾ വരുന്നുണ്ട്. റോഷി പാലും സുനിഷ അയ്യല്ലൂരും ചേരുന്നുണ്ട്. ആദ്യം റോഷിയിലേക്ക്. റോഷി, ഇന്ന് വളരെ പ്രധാനപ്പെട്ട നിയമസഭയാണ് നടക്കാൻ പോകുന്നത്. അതിൽ SIR അടക്കം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെയുള്ള പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് പിന്തുണ നൽകും. ആ വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അങ്ങനെയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നാൽ പ്രതിഷേധിക്കില്ല എന്നാണ് ഭരണപക്ഷ MLA മാർ നിലപാടെടുത്തത്. പക്ഷേ ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിൽ വന്നാൽ ഭരണപക്ഷ MLA മാർ പ്രതിഷേധമറിയിക്കാൻ സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ് റോഷി. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലേക്ക് എത്തിയേക്കുമെന്ന സൂചന പുറത്തു വരുന്നത്. സഭാ സമ്മേളനം തുടങ്ങുന്ന ആദ്യ ദിനത്തിൽ ലൈംഗിക അതിക്രമ കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരുന്നു. അന്ന് ചർച്ചകൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോയത്. ഈ സാഹചര്യത്തിലാണ് തൊട്ടുപിറ്റേന്ന് മുതൽ രാഹുലിനോട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് അനൗദ്യോഗികമായി കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചത്. കാരണം സർക്കാരിനെതിരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സഭയ്ക്കകത്ത് ഉയർത്തുമ്പോൾ അവിടെ കൃത്യമായി അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് തടസ്സമാകും രാഹുലിന്റെ സാന്നിധ്യമെന്നായിരുന്നു പ്രതിപക്ഷ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഏതായാലും അതിനുശേഷം പാലക്കാട് മണ്ഡലത്തിൽ സജീവമായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്താൻ തീരുമാനിക്കുന്നതിന് കാരണം പഴയ അത്രത്തോളം ശക്തമായ ഒരു വികാരം, എതിർവികാരം ഇല്ല എന്ന് മനസ്സിലാക്കിയാണ്. മാത്രമല്ല, സഭാ സമ്മേളനം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സഭയ്ക്കകത്തേക്ക് വരിക, കാരണം ഇനി മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് സഭയിലേക്ക് വരുമ്പോൾ ഒരു കടുത്ത പ്രതിഷേധം ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല. എന്നാൽ പോലും നേരിയ രീതിയിലെങ്കിലും പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ തടയേണ്ടതില്ലെന്ന തീരുമാനം നേരത്തെ തന്നെ LDF നേതൃത്വം എടുത്തതാണ്. അതിനപ്പുറത്തേക്ക് സഭയ്ക്കകത്ത് രാഹുലിന്റെ അസാന്നിധ്യത്തിൽ പോലും രാഹുലിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ ഒന്നൊന്നായി പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഭരണപക്ഷ അംഗങ്ങൾ. സമാനമായ രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നതിനൊപ്പം നേരിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കൂടി സഭയ്ക്കകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ പാലക്കാട്ട് നിന്നും പത്തനംതിട്ടയിലേക്ക് രാഹുൽ എത്തിയതാണ്. ഇന്ന് സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ആദ്യ മണിക്കൂറിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയേക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. രാഹുലിനെതിരെ പ്രതിഷേധമുയർന്നാൽ പ്രതിരോധിക്കേണ്ടതില്ലെന്ന തീരുമാനം കൂടി പ്രതിപക്ഷം എടുത്തിട്ടുണ്ട്.